Dear beautiful souls, Twin Flame ജേർണിയിൽ എല്ലാ ഡിവൈൻ ഫെമിനിൻസും ഗോ ത്രൂ ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഐസൊലേഷൻ പീരീഡ്. ഒരു ഐസൊലേഷൻ ഫേസ്. അതിലൂടെ മിക്കവാറും ട്വിൻ ഫ്ലെയിംസുകൾ, ഫെമിനിൻസുകൾ, ഡിവൈൻ ഫെമിനിൻസുകൾ ഗോ ത്രൂ ചെയ്യാറുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ഐസൊലേഷൻ ഫേസ്? എന്ത് മാറ്റമാണ് ആ ഐസൊലേഷൻ ഫേസിൽ സംഭവിക്കുക? എന്തിനാണ് യൂണിവേഴ്സ് നമ്മളെ അങ്ങനെ ഒരു ഫേസിലോട്ട് കൊണ്ടുവരിക? നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ നമ്മൾ എൻകൗണ്ടർ ചെയ്ത് സോൾ റെക്കഗ്നീഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നത് നമ്മുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ആക്ടിവേഷനാണ്. ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലോട്ട് ഒരാൾ കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ 3D ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാണ്. നമ്മുടെ സോൾ ഒരു അസെൻഷൻ ജേർണിയിലോട്ട് ആക്ടിവേറ്റഡ് ആയി. നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ആ ഇന്നർ ഷിഫ്റ്റ് നടക്കുമ്പോൾ നമ്മുടെ ഔട്ടർ റിയാലിറ്റിയിലും അത് അഫക്റ്റ് ചെയ്യും. 3D വേൾഡിലും അത് അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പ് ആവട്ടെ, എല്ലാവരുമായിട്ടും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത് നമുക്ക് പതുക്കെ പതുക്കെ ഫീൽ ചെയ്യും. ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ്. നമ്മൾ പറയുന്നത് അവർക്കും അവർ പറയുന്നത് നമുക്കും മനസ്സിലാവാത്തൊരവസ്ഥ. എത്ര ട്രൈ ചെയ്താലും ആ റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. ഇവൻച്വലി നമ്മൾ ഗീവ് അപ്പ് ചെയ്യും. ഇല്ല, ബിക്കോസ് ഉറപ്പായിട്ടും ഈ ജേർണിയിലുള്ള ആളുകൾ ഓൾഡ് സോൾസ് ആയിരിക്കും. അവരെ ഒരു സർഫസ് ലെവൽ കോൺവെർസേഷനൊന്നും താല്പര്യമില്ലാത്ത കുറച്ചൊരു ഡീപ്പർ ലെവൽ കമ്മ്യൂണിക്കേഷൻ, ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ല, മീൻസ് അതാണ് അവർ ക്രേവ് ചെയ്യുന്നത്, ഒരു ഡീപ്പർ കോൺവെർസേഷൻ. ഇതൊന്നും പോസിബിൾ ആവുന്നില്ല. അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല. നമ്മൾ പറയുന്ന അവർക്കും അവർ പറയുന്നത് നമുക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാണ്. നമ്മളൊരു വേറൊരു എനർജിയിലോട്ട് അവരെപ്പോഴും നമ്മുടെ നമ്മുടെ ഡിയർ വൺസ്, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്ഷിപ്സ്, അതായത് ഏത് റിലേഷൻഷിപ്പും ആവട്ടെ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ പഴയ സെൽഫിനായിരിക്കും, ഓൾഡ് സെൽഫ്. അവർ മാറുകയാണ് അല്ലെ, ആ സെൽഫ് മാറിയിട്ടാണ് നമ്മുടെ ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ഷിഫ്റ്റ് നടക്കുമ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യർ അവർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് അവർക്കും മനസ്സിലാവുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല. ഇതെന്താ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവാതെ നമ്മുടെ റിലേഷൻഷിപ്സുകളൊക്കെ ഗ്രാജുവലി നമ്മളിൽ നിന്ന് ദൂരെ പോകുന്നത് നമുക്ക് പക്ഷെ അത് ഫീൽ ചെയ്യും. ദൂരെ പോവുകയാണെന്നുള്ളത് പെയിൻഫുൾ ആയിരിക്കും. എന്തിനാണ് അങ്ങനെ ഒരു ഫേസിലൂടെ യൂണിവേഴ്സ് നമ്മളെ കൊണ്ടുപോകുന്നത്? എന്തിനാണ് ഒരു ഐസൊലേഷൻ? ആദ്യം എനർജറ്റിക് ഐസൊലേഷൻ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ്, അത് കഴിഞ്ഞൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ്. എന്തിനാണ്? നമ്മുടെ സോള് തരുന്ന ആൻസേഴ്സ് കേൾക്കാൻ നമുക്കൊരു സൈലൻസ് വേണം. നമ്മുടെ ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഗൈഡൻസ്, അത് ഉള്ളിൽ വരുന്നത്, നമ്മുടെ സോളിൽ നിന്ന് വരുന്നത്, ഇൻറ്റ്യൂഷനായിട്ട് വരുന്നത്, അത് കേൾക്കാൻ നമുക്കൊരു സൈലൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നോയ്സിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂ ഗൈഡൻസ്, ട്രൂ വിസ്പേഴ്സ് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമ്മുടെ 3D വേൾഡിൽ വരുന്ന എല്ലാ ചേഞ്ചസും അതത്ര ഈസി ഒന്നും ആയിരിക്കില്ല എല്ലാ ഫെമിനിൻസും ഗോ ത്രൂ ചെയ്യുന്നത്. അപ്പം ആ ചേഞ്ചസ് സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് നോയ്സ് ഉണ്ടായിരിക്കും അവിടെ. അപ്പം ആ നോയ്സിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സോള് പറയുന്ന ആൻസേഴ്സ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഡിവൈൻ എന്ത് ചെയ്യും? നമ്മുടെ മുമ്പിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും, so that we can isolate ourselves from that noise. ഒരു ഐസൊലേഷൻ സ്പേസിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ട്രൂ വിസ്പേഴ്സ്, ട്രൂ ഗൈഡൻസ് ഓഫ് ദ സോൾ കേൾക്കാൻ പറ്റുക. ഞാൻ അങ്ങനെ ഒരു ഐസൊലേഷൻ പീരീഡിലായിരുന്നു. എനിക്ക് ഈ ഐസൊലേഷൻ പീരീഡിൽ സംഭവിച്ചത് എന്ത്? ഐ എക്സ്പീരിയൻസ്ഡ് ഇന്നർ യൂണിയൻ. ഈ ഐസൊലേഷൻ പീരീഡിൽ വരുന്നത് വരെ ഓഫ് കോഴ്സ് ഐ വാസ് ഇൻ ഡീപ്പ് പെയിൻ. ഒരുപാട് ചേഞ്ചസ് 3D വേൾഡിൽ നടക്കുന്നു. ഒരുപാട്
റിലേഷൻഷിപ്സ്, ഞാൻ ഒത്തിരി സ്നേഹിച്ച ആൾക്കാർ എൻ്റെ അടുത്തുനിന്ന് ദൂരെ പോകുന്നു, അതിൻ്റെ വിഷമം, ആരുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം, ഇമോഷണൽ ഡിസ്റ്റൻസ് വേറെ ഒരു സൈഡിൽ, അത് കഴിഞ്ഞ് ഫിസിക്കലി കൂടി നമ്മൾ ഡിസ്റ്റൻസ് ചെയ്യപ്പെടുകയാണ്. അത് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാവും, സിറ്റുവേഷൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മൾ ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസിലും കൂടി നമ്മൾ കഴിയുമ്പോൾ ആ വന്ന ഇനിഷ്യൽ സ്പേസിൽ ഐ വാസ് ഇൻ പെയിൻ. ഓഫ് കോഴ്സ് ഒരുപാട് ചേഞ്ചസ് നടക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ട്വിൻ ഫ്ലെയിം ജേർണി തുടങ്ങിയ ആ സോൾ ആക്ടിവേഷൻ തുടങ്ങിയ ടൈം തൊട്ടുള്ള ചേഞ്ചസ്, അതിൻ്റെ പെയിൻ. പക്ഷെ ഒറ്റയ്ക്ക് എന്നെ ആക്കി യൂണിവേഴ്സ്, എന്നെ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ കൂടെ ഇരുന്നപ്പോൾ ആണ് ഞാൻ ആദ്യമായിട്ട് ഇന്നർ യൂണിയൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ വീട്ടിൽ. അതിനെപ്പറ്റി എനിക്ക് എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. ഇന്നർ യൂണിയൻ എന്ന് പറയുന്നത് when we realize that we are one with the universe. നമ്മളൊന്നും സെപ്പറേറ്റ് അല്ല, ഇവിടെ ഒന്നും സെപ്പറേഷൻ ഇല്ല. സെപ്പറേഷൻ ഒക്കെ വരുന്നത് മൈൻഡിലാണ്. ദർ ഈസ് ആക്ച്വലി നോ സെപ്പറേഷൻ. ആ ഒരു സ്റ്റേറ്റാണ്. ഇന്നർ യൂണിയനെ പറ്റി ഞാൻ കൂടുതൽ വേറെ വീഡിയോസിലിടാം. ഈ വീഡിയോയുടെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് എന്തിനാണ് ഐസൊലേഷൻ ഫേസ്. ഐസൊലേഷൻ ഫേസിലെ നമുക്ക് നമ്മുടെ സോളിൻ്റെ വിസ്പേഴ്സ് കേൾക്കാൻ പറ്റുള്ളൂ. ആ വിസ്പേഴ്സ് കേട്ട് ആ ഗൈഡൻസിലൂടെ പോകുമ്പോഴേ നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ആ എനർജി ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ഇന്നർ യൂണിയനിലോട്ട് വരുള്ളൂ, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. ആൻഡ് ആ ഇന്നർ യൂണിയൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ആ ഒരു ഇന്നർ പീസിലോട്ട് വരുമ്പോൾ, വെൻ വി അലൈൻ വിത്ത് ദ സോൾ, നമുക്ക് മനസ്സിലാവും ഇത്രയും നാള് ഈ പോയ പെയിന് ഒക്കെ ആവശ്യമായിരുന്നു, അനിവാര്യമായിരുന്നു. ആ പെയിൻ ഉണ്ടെങ്കിലേ ആ പെയിൻ ആക്ച്വലി നമ്മളെ പുഷ് ചെയ്യുമായിരുന്നു ഈ ഇന്നർ യൂണിയനിലോട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗേഴ്സ് ആയിരുന്നു അതൊക്കെ. അപ്പം നമ്മൾ ഒന്നിനെയും ആ ഒരു ഇന്നർ യൂണിയൻ എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം ഒന്നിനെയും നമ്മൾ ബ്ലെയിം ചെയ്യത്തില്ല. ബിക്കോസ് അതിൻ്റെ ആവശ്യം നമുക്ക് മനസ്സിലായി, അത് വേണം. അതുണ്ടെങ്കിൽ അതൊരു പുഷാണ്. അത് യൂണിവേഴ്സിൻ്റെ നമ്മൾ ആ ഒരു പുഷ് തന്ന് നമ്മളെ ആ ഒരു ആ യൂണിറ്റി കോൺഷ്യസ്നെസ്സിലോട്ടും ഇന്നർ യൂണിയനിലോട്ടും കൊണ്ടെത്തിക്കുകയാണ്. ആ പുഷ് ഇല്ലെങ്കിൽ നമ്മൾ വരുമോ? ഇല്ല. എവിടെ? കംഫർട്ട് സോണിലിരിക്കും അല്ലേ? അപ്പോൾ it's universe magic. So this isolation is very much needed. അപ്പോൾ ഐസൊലേഷനിലുള്ള ട്വിൻ ഫ്ലെയിംസുകൾ, ഡോണ്ട് വറി, ജസ്റ്റ് സിറ്റ് വിത്ത് യുവർ സെൽഫ്, ബി അവെയർ ഓഫ് യുവർ തോട്ട്സ്, ഡു ദ ഇന്നർ വർക്ക്. എന്താണ് ഞാൻ ചെയ്തത്, എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്നർ വർക്കിനെ പറ്റി എനിക്കൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. അത് പിന്നെ അടുത്ത വീഡിയോസിലിടാം. ഇന്നർ വർക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി പേടിയാവും. ഇന്നർ വർക്ക് അല്ല, വർക്കൊന്നും അല്ല അത് നമ്മളിലോട്ട് അലൈൻഡ് ആവേണ്ട ഒരു വേ ആണ്. ഞാൻ എങ്ങനെയാ അത് ചെയ്തു എന്നുള്ളത് ഞാൻ പിന്നെ ഷെയർ ചെയ്യാം. സോ ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ് ഓഫ് ദിസ് ഐസൊലേഷൻ പീരീഡ്. ആൻഡ് ഐസൊലേഷൻ പീരീഡിൽ ഉണ്ടായ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ദാറ്റ് ഞാൻ എന്നിലോട്ട് തിരിച്ചു വന്നു, എൻ്റെ സോളുമായിട്ട് ഒത്തിരി കണക്റ്റഡായി, അലൈൻഡായി, ഇന്നർ യൂണിയൻ എക്സ്പീരിയൻസ് ചെയ്തു. ഇതിനൊക്കെ ഒരു സ്പേസ് വേണം, ഒരു സൈലൻസ് വേണം. ആ സൈലൻസ് യൂണിവേഴ്സായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനായിരുന്നു ഐസൊലേഷൻ? ആ ഐസൊലേഷനിലോട്ട് എന്നെ എത്തിക്കാനായിട്ട് 3D വേൾഡിൽ എന്തൊക്കെ ചേഞ്ചസ് നടന്നു, യൂണിവേഴ്സ് എന്തൊക്കെയാണ് ചെയ്തത് ഒക്കെ മനസ്സിലാവും. സോ ആരെങ്കിലും ഈ ഐസൊലേഷൻ പീരീഡിൽ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, സിറ്റ് വിത്ത് യുവർ സെൽഫ്,
sit with yourself, be aware of your thoughts, be aware of your emotions, and slowly your energy will shift. Definitely it will happen. Sending lots and lots of love to everyone.